ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും അനിവാര്യതയായ ഒന്നാണ്. ഭക്ഷണം ബഹുമാനത്തോടെയാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം വിളമ്പുമ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് കൃത്യമായ, മാന്യമായ, സഭ്യമായ മര്യാദ രീതികൾ വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതാനും എപ്പിസോഡുകൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. ആദ്യപടി എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നബിയും സഹാബത്തും മദീനത്തെ പള്ളിയിൽ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് ആ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കർഷകനായ നാട്ടുംപുറത്തുകാരനായ ഒരു പാവം മനുഷ്യൻ തൻ്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ ഏതാനും മുന്തിരിക്കുലകൾ ഒരു തളികയിൽ ഇട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നത്. വലിയ ബഹുമാനപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു ഗിഫ്റ്റായി ആ ഒരു മുന്തിരിക്കുലയുടെ തളികയെ ഈ കർഷകന് സമർപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നന്ദി വാക്കുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ദുആ ചെയ്തതിനു ശേഷം ആ തളികയിൽ നിന്നൊരു മുന്തിരിക്കുലയെടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് അതിൽ നിന്നൊരു പഴം വായ കൊണ്ട് കടിച്ചെടുത്തു ഭക്ഷിച്ചു. അവിടുത്തെ മുഖത്ത് എന്തൊരു മനോഹരമായ പുഞ്ചിരിയാണ്. കൃതജ്ഞത മുറ്റിയ ആ പുഞ്ചിരി വേണ്ടുവോളം ആസ്വദിച്ചുകൊണ്ട് കർഷകനായ മനുഷ്യൻ ആ സദസ്സിൽ തന്നെ ഇരുന്നു. നബിതങ്ങൾ വീണ്ടും അടുത്ത പഴം കടിച്ചെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ പഴങ്ങളായി നബിതങ്ങൾ കടിച്ചെടുത്ത് ഭക്ഷിച്ചു കൊണ്ടേയിരുന്നു. സ്വഹാബത്ത് വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. നബിതങ്ങളുടെ പതിവ് രീതി അനുസരിച്ച് ഏതാനും പഴങ്ങൾ റസൂലുള്ളാഹി ഭക്ഷിച്ചതിന് ശേഷം ബാക്കി സ്വഹാബത്തിലേക്ക് വീതിച്ച് നൽകുകയാണല്ലോ പതിവ്. അപ്പോൾ സ്വഹാബത്ത് തങ്ങൾക്കിപ്പോൾ തങ്ങളുടെ പങ്കു ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. പക്ഷേ സ്വഹാബത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തളികയിലുണ്ടായിരുന്ന മുന്തിരി പഴങ്ങളും പൂർണ്ണമായി ഭക്ഷിച്ചു തീർത്തു. ഈ വന്ന കർഷകനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു, സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു, അശ്രുകണങ്ങൾ സന്തോഷം കൊണ്ട് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. നബിതങ്ങളോട് യാത്ര പറഞ്ഞ് കൊണ്ടുവന്ന തളികയുമായി അദ്ദേഹം തിരിച്ചുപോയി. സ്വഹാബത്ത് നബിതങ്ങളോട് ചോദിച്ചു, അല്ലയോ ഹബീബ് അവർകളെ, സാധാരണഗതിയിൽ എല്ലാ പ്രാവശ്യവും അങ്ങേക്ക് ഹദിയകൾ ലഭിക്കുമ്പോൾ അല്പം അങ്ങ് ഭക്ഷിച്ചതിനു ശേഷം ബാക്കി ഞങ്ങളിലേക്കൊക്കെ വീതം വെച്ച് നൽകാറാണ് പതിവ്. ഇന്ന് ആ പതിവൊക്കെ തെറ്റിച്ചിട്ട് പൂർണ്ണമായി അങ്ങ് ഭക്ഷിച്ചു തീർത്തതിന് പിന്നിൽ വല്ല കാരണങ്ങളുമുണ്ടോ? സ്വഹാബത്ത് ബഹുമാനപൂർവ്വം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ആ മുന്തിരിപ്പഴം ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ ആ വന്ന ആ കർഷകൻ്റെ മുഖത്തേക്ക് നോക്കിയോ? എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. ഞാൻ കഴിക്കുന്നതിൻ്റെ കൗതുകം, എത്ര ആവേശത്തോടു കൂടെയാണ് അയാൾ നോക്കി നിന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഞാനത് വായിലിട്ട് ചവച്ചു തുടങ്ങിയപ്പോൾ അതിന് വേണ്ടത്ര മധുരമുണ്ടായിരുന്നില്ല. പകരം ഒരൽപ്പം ചവർപ്പും പുളിയുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ മുഖത്ത് ആ രുചി വ്യത്യാസത്തിൻ്റെ നീരസം ഒട്ടും പ്രകടിപ്പിച്ചിരുന്നില്ല. ഞാൻ ഒരു കുല കഴിഞ്ഞതിന് ശേഷം അടുത്ത കുലയെടുത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് തൃപ്തികരമാണെങ്കിൽ സ്വഹാബത്താകുന്ന നിങ്ങളിലേക്ക് തരണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന മുന്തിരിപ്പഴങ്ങൾ ഓരോന്ന് ഭക്ഷിച്ചു നോക്കുമ്പോഴും ഓരോന്ന് പുളിയും ചോർപ്പും കൂടി വരിക എന്നല്ലാതെ ഒന്നുപോലും വേണ്ടത്ര രുചികരമായിരുന്നില്ല. അത് ഞാൻ നിങ്ങളിലേക്ക് വീതം വെച്ചു നൽകിയാൽ ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും സ്വാഭാവികമായി അത് കഴിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ രുചികരമല്ലാത്ത അല്ലെങ്കിൽ ചവർപ്പ് നിറഞ്ഞ പുളി നിറഞ്ഞ രുചി നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ നീരസം ഒരുപക്ഷെ പ്രകടമായേക്കും. ആ നീരസം കാണുന്ന സമയത്ത് ഈ കൊണ്ടുവന്ന പാവപ്പെട്ട കർഷകന് അത് മനസ്സു വേദനിച്ചേക്കും. ഞാനത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനതിൽ നിന്ന് പങ്കു നൽകാതിരുന്നത് എന്ന് വിനയപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭക്ഷണം കുറ്റപ്പെടുത്താനുള്ളതല്ല. സ്രഷ്ടാവായ റബ്ബ് അവൻ്റെ ഊർജ സ്രോതസ്സിൽ നിന്ന് നമ്മുടെ ഗുണത്തിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ദിവ്യമായി നമുക്ക് നൽകിയ ഒരു മഹൽ വസ്തുവാണ് ഭക്ഷണം. അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ അവകാശമില്ല. ഇഷ്ടപ്പെട്ടാൽ സന്തോഷത്തോടെ കഴിക്കുകയും നൽകിയവർക്ക് നന്ദി വാക്കുകൾ പറയുകയും എല്ലാറ്റിലുമുപരി
അകം നിറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അതേസമയം ഒരു പക്ഷേ നമ്മുടെ രുചിമുകുളങ്ങൾക്ക് പിടിക്കാത്ത ഭക്ഷണമാണ് നമുക്ക് മുമ്പിൽ വിളമ്പി നൽകിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ആരോഗ്യദായകമായിരിക്കുമെന്നത് വാസ്തവമാണ്. ആ സന്തോഷത്തിൽ അതിന് നന്ദി പറയുക. ഒരിക്കൽ പോലും ആര് എന്ത് ഭക്ഷണം നമുക്ക് വിളമ്പിയാലും അതിനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം അതൊരു മുസ്ലിമിന് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു സ്വഹാബിയത്തിൻ്റെ വീട്ടിലും ഒരു സ്വഹാബി വനിതയുടെ വീട്ടിലും അപ്രതീക്ഷിതമായി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ആ സ്വഹാബി വനിത ആശങ്ക പറഞ്ഞു, നബിയെ, ഇവിടെ സുർക്കയല്ലാതെ വിനാഗിരല്ലാതെ കാര്യമായ കൂട്ടുകറികളൊന്നും ഭക്ഷണത്തിൻ്റെ കൂടെ വിളമ്പാനില്ല. അപ്പം നബി തങ്ങൾ പറഞ്ഞൊരു വർത്തമാനം, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക വളരെ നല്ല കൂട്ടാനാണ് എന്നാണ്. യഥാർത്ഥത്തിൽ സുർക്ക, വിനാഗിർ അത് അമിതമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ക്ഷതം വരുത്തുമെന്നത് തീർച്ചയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും നബിതങ്ങൾ ആ സ്വഹാബിയത്തായ വനിതയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി, പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞ വർത്തമാനം അത് നല്ല കൂട്ടുകറിയാണെന്നാണ്. ഈ നല്ല വർത്തമാനങ്ങളെ ഉൾക്കൊണ്ട് നന്മയുടെ പ്രചാരകരാകാൻ നാഥൻ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും.